ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 3rd സ്റ്റാൻഡേർഡ് EVSലെ സെക്കൻഡ് ചാപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ പോർഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ഡക്ക് എന്നാണ്. ഡക്കിൻ്റെ മൂവ്മെൻറ്റ് നിരീക്ഷിക്കുക. നമ്മുടെ അപ്പോൾ താറാവിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് നോക്കി നോക്കിയേ. വെള്ളത്തിലും ഉണ്ട്, കരയിലും നടക്കുന്നുണ്ട് അല്ലേ. ആർ ദർ ക്രീച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ? ഏതെങ്കിലും ക്രീച്ചേഴ്സ് രണ്ട് തരത്തിൽ മൂവ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ താറാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കരയിൽ നടക്കുന്നുമുണ്ട്, പുഴയിൽ നീന്തുന്നുമുണ്ട്. ഫൈൻഡ് ദം ഔട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്രീച്ചേഴ്സിന് പേര് പറയാൻ നമുക്ക് പറയാം. ഫ്രോഗ്, പിന്നെ സ്നേക്സ്, പെൻഗിൻസ്, ടർട്ടിൽസ് പേര് പറയാം അല്ലേ. റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോർ ക്രീച്ചേഴ്സ്. അപ്പോൾ ആ മോർ ക്രീച്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രോഗിൻ്റെ പറയാം. ഫ്രോഗ്, ദേ ജമ്പ് ടു മൂവ് ഓൺ ലാൻഡ്, ദേ സ്വിം ഇൻ വാട്ടർ യൂസിങ് ദെയർ സ്ട്രോങ് ലെഗ്സ്. എന്ത് ചെയ്യും? കരയിൽ അത് ചാടി നടക്കും. ഇനി വെള്ളത്തിലാണെങ്കിൽ നീന്തുമെന്നാണ് പറയുന്നത്. അടുത്തത് പെൻഗിൻസ് ആണ്. ദേ വേഡിൽ ഓർ വാക്ക് ഓൺ ലാൻഡ്, ദേ സ്വിം അണ്ടർ വാട്ടർ. കരയിലാണെങ്കിൽ അത് നടക്കും പെൻഗിൻസ്. പിന്നെ നമ്മുടെ വാട്ടറിലാണെങ്കിൽ അത് സ്വിമ്മും ചെയ്യും എന്ന് പറയുന്നത്, നീന്തുകയും ചെയ്യും കേട്ടോ. അടുത്തത് സ്നേക്സ് ആണ്. ദ സ്ലിതർ ഓൺ ദ ഗ്രൗണ്ട്, സം സ്പീഷ്യസ് ക്യാൻ സ്വിം ഇൻ വാട്ടർ. കൂടുതലായിട്ട് അത് ഇഴഞ്ഞിട്ട് നടക്കുക. പക്ഷെ ചില പാമ്പുകളൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തിൽ നീന്തിപ്പോണെന്ന് നമ്മൾ കാണാറുണ്ട് അല്ലേ. അടുത്തത് ടർട്ടിലാണ്. ആമ, വാക്ക് ഓൺ ലാൻഡ്, സ്വിം ഇൻ വാട്ടർ. വെള്ളത്തിൽ നീന്തും, കരയിൽ നടക്കും. അപ്പോൾ ഈച്ച് ക്രീച്ചേഴ്സ് ഹാവ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചർ ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്. എവിടെയാണ് ജീവിക്കുന്നത്, അതേപോലെ അതിൻ്റെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചാണ് അതെങ്ങനെയാണ് മൂവ് ചെയ്യാന്ന് പറയുക. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ് എന്നാണ് ഇത് പറയുന്നത്. അടുത്തത് ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സിൻ്റെ തേനാണ് ഇഷ്ടം. ഹാവ് യു റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മൻറ്റീസ് ആൻഡ് ബട്ടർഫ്ലൈ? പ്രേയിങ് മൻറ്റീസും ബട്ടർഫ്ലൈയും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? വാട്ട് ഡിഡ് ദേ സേ? അവരെന്താ പറഞ്ഞത്? അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്നാണ് പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് ഫ്യൂ അതർ ക്രീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രീച്ചേഴ്സിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്, അവ കഴിക്കുന്ന ഫുഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമ്മുടെ ക്രോയാണ്. ക്രോ എന്താ കഴിക്കുക? ഇൻസെക്ട്സും ഫ്രൂട്ട്സും. പിന്നെ ഫസ്റ്റ് വൺ കൗവാണ് കേട്ടോ. കൗ എന്താ കഴിക്കുക? ഗ്രാസും ലീവ്സും പറയാം നമുക്ക്. പിന്നെയും കഴിക്കുന്നതൊക്കെ ഉണ്ട്, നമുക്ക് രണ്ടെണ്ണം പറയാം. ക്രോ എന്താ? ഇൻസെക്ട്സ് പറയാം, ഫ്രൂട്ട്സ് പറയാം. ഇനി അടുത്തത് എലഫൻറ്റ്, ഗ്രാസ്, ലീവ്സ്, ഫ്രൂട്ട്സ്. സ്ക്യൂറലോ, നട്ട്സ്, സീഡ്സ്. പിന്നെന്താ നമ്മുടെ സ്മോൾ ഇൻസെക്ട്സും പറയാം കേട്ടോ. അടുത്തത് പിന്നെ ഹെന്ന് പറയാം. ഗ്രെയിൻസ്, സീഡ്സ്, ഇൻസെക്ട്സ്, സ്മോൾ വേംസ് ഇത് പറയാം. ഈഗിളോ, ഫിഷ്, സ്മോൾ മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്. അടുത്തത് നമുക്ക് കിങ് ഫിഷർ പറയാം. ഫിഷ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, സ്മോൾ ആംഫീബിയൻസ്. അടുത്തത് ഫ്രോഗാണ്. ഇൻസെക്ട്സ്, സ്പൈഡേഴ്സ്. നമ്മൾ രണ്ടെണ്ണം ഫില്ല് ചെയ്യാം. വൾച്ചർ ഡെഡ് എനിമൽസ് പറയാം കേട്ടോ. അടുത്ത് ടൈഗർ, ഡിയർ, ബഫല്ലോ. അപ്പോൾ ഇത്രയും ഭാഗം വെച്ചിട്ട് ആ കോളം ഫില്ലാക്കുക. വിച്ച് അമംഗ് ദ ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി പാർട്സ് ഓഫ് ദ പ്ലാന്റ്? ഇപ്പോൾ ഈ തന്നത്തിലയിൽ പ്ലാന്റ് മാത്രം കഴിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള. പ്ലാന്റ് മാത്രം കഴിക്കുന്നത് കൗവാണ് അല്ലേ. കൗവാണ് പ്ലാന്റ് മാത്രം കഴിക്കുന്നത്. വിച്ച് ക്രീച്ചേഴ്സ് ഓൺലി ഈറ്റ് മീറ്റ് മാത്രം കഴിക്കുന്നത് നമുക്ക് എന്ത് പറയാം? ഈഗിള് പറയാം, വൾച്ചർ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ ടൈഗർ പറയാം അല്ലേ. ടൈഗർ പറയാം കേട്ടോ. അടുത്തത് വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്? രണ്ടും കഴിക്കുന്നത് എന്തൊക്കെയാണ്? ഹെന്ന് പറയാം, ക്രോ പറയാം, സ്ക്യൂറൽ പറയാം, റാറ്റ് പറയാം. അപ്പോൾ ഓക്കെ, അത്രയും ഭാഗം വെച്ച് ഫില്ല് ചെയ്യാം. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് ആർ കോൾഡ് ഹെർബിവോറസ്. പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ജീവജാലങ്ങളെ പറയുന്നതാണ് ഹെർബിവോറസ് എന്ന്. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോറസ്. ഇറച്ചി മാത്രം കഴിക്കുന്നതാണ് കാർണിവോറസ്. ഒംനിവോറസ് ആർ ക്രീച്ചേഴ്സ് വിച്ച്
ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും മീറ്റും രണ്ടും കൂടി കഴിക്കുന്നതാണ് ഒംനിവോറസ്. അപ്പോൾ കളർ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ ബിലോ. അപ്പോൾ ഏതൊക്കെയാണ്? കൗ എന്താ? ഹെർബിവോറസ് ആണ്. ഡിയർ ഹെർബിവോറസ് ആണ്. പിന്നെ നമുക്ക് എന്ത് പറയാം? അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഹെന്നാണ്. ഹെന്ന് ഒംനിവോറസ് ആണ്. ടൈഗർ കാർണിവോറസ് ആണ്. ഫ്രോഗ് കാർണിവോറസ് ആണ്. അടുത്ത് ഡ്രാഗൺ ഫ്ലൈ കാർണിവോറസ് ആണ്. ബഫല്ലോ ഹെർണിവോറസ് ആണ്. ബട്ടർഫ്ലൈയും ഹെർണിവോറസ് ആണ്. റാറ്റ് ഒംനിവോറസ് ആണ്. ലിസാർഡ് കാർണിവോറസ് ആണ് കേട്ടോ. അപ്പോൾ ആ കളറ്, അതായത് കാർണിവോറസിന് യെല്ലോ കളറും ഒംനിവോറസിന് ഗ്രീൻ കളറും ഹെർബിവോറസിന് റെഡ് കളറും കൊടുക്കുക. ഈ ബോക്സിൽ ആ പേരുകൾ എടുത്ത് എഴുതുക. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചർ ഓഫ് ദ ക്രീച്ചേഴ്സ് ആൻഡ് ദയർ ഫുഡ് ഹാബിറ്റ്? ബോഡി ഫീച്ചറും അതുപോലെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? യെസ്, ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ കാർണിവോറസ്, ഒപ്പീനിയൻ പറയുമ്പോൾ കാർണിവോറസിന് എന്തായിരിക്കും? ഷാർപ്പ് ടീത്ത് ആൻഡ് ക്ലോസ്. ഹെർബിവോറസിന് ഫ്ലാറ്റ് ബ്രോഡ് ടീത്ത് ആയിരിക്കും. ഒംനിവോറസിന് കോമ്പിനേഷൻ ഓഫ് ഷാർപ്പ് ആൻഡ് ഫ്ലാറ്റ് ടീത്ത്. കാർണിവോറസിന് ഇറച്ചിയാണ് തിന്നുന്നത്, അപ്പോൾ അത് പിടിക്കാനും ഇരനെ പിടിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ടീത്തും ആയിരിക്കണം. നമ്മൾ പറന്ന് വന്നിട്ടാണല്ലോ ഈഗിളൊക്കെ പിടിക്കുന്നത്. പിന്നെ നമ്മുടെ ഹെർബിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയെ തിന്നണം, അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചവയ്ക്കാൻ പറ്റിയൊരു ടീത്ത് മതി. ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ രണ്ടും തിന്നണവരുണ്ട്, അപ്പോൾ ഇവർക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ടീത്താണ് വരാറുള്ളത്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ creatures help them to catch prey and eat. അപ്പോൾ ഇതിൻ്റെ ഏത് ബോഡി പാർട്സ് ആണ് ഇതിൻ്റെ പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട്, എരേനെ പിടിക്കാൻ വേണ്ടി സഹായിക്കുക? ഫസ്റ്റ് വൺ ഡക്കാണ്. ഡക്കിൻ്റെ ബീക്കും അതുപോലെ വെബ്ബഡ് ഫീറ്റും ആണ് എരേനെ പിടിക്കാൻ സഹായിക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈഗിളാണ്. ഈഗിളിന് ബീക്കും ക്ലോസും വിങ്സുമാണ് ഹെൽപ്പ് ചെയ്യുക. അടുത്ത ഫ്രോഗാണ്. ടങ്കും ലെഗ്സും മൗത്തുമാണ് അതിനെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ലയണാണ്. ടീത്തും ജോസും ലെഗ്സും ക്ലോസും അതുപോലെ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഐസുമാണ് അതിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാർണിവോറസിനെ നോക്കാം. കാർണിവോറസ് അതായത് ലയൺ. കാർണിവോറസ് യൂസ്ഡ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ. അപ്പോൾ നെയിൽസ് പറയാം. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. നല്ല നെഗം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രേനെ പിടിക്കും. പിന്നെ അതുപോലെ തന്നെ പല്ലുകൊണ്ട് കടിച്ച് കീറുകയാണ് ചെയ്യാറ്. അടുത്തത് കാർണിവോർ ബേർഡ്സ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് ദ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്ക്. നമ്മുടെ ബീക്ക് കൊണ്ടാണ് അത് കൊത്തി വലിക്കുക. ബേർഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്പ് ദം ഇൻ ഗാദറിങ് ഫുഡ്. ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രാനൊക്കെ അമുക്കി പിടിക്കുന്നതും. പിന്നെ അതുപോലെ ഫുഡിന് വേണ്ടി സ്ട്രോങ് ലെഗും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് ടീത്ത് ഓഫ് ഹെർബിവോറസ് ഈസ് യു ടു ചൂ പ്ലാന്റ് പാർട്സ്. ഇപ്പോൾ ഹെർബിവോറസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, ഈ ഇലവർഗ്ഗങ്ങളൊക്കെ തിന്നണത്. അപ്പോൾ അവരുടെ ടീത്ത് എങ്ങനെയായിരിക്കും? ചവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ടീത്തായിരിക്കണം കേട്ടോ. അടുത്തത് മെനി ഫോംസ് വൺ ലൈഫ് എന്നാണ് പറയുന്നത്. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. ദർ വേർ സം ലൈറ്റ് യെല്ലോ പേളി ഒബ്ജക്റ്റ് ഇൻ എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ബാക്കിൽ ഒരു യെല്ലോ പേളായിട്ടുള്ളൊരു സാധനം കണ്ടു. മിത്ര കോൾഡ് ഹെർ മദർ ലുക്ക്ഡ് അറ്റ് ദ ലീവ്സ്. മദർ ഇലയ്ക്ക് നോക്കി. ദീസ് ആർ ദ എഗ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ഡിയർ. അതെന്താണ്? ബട്ടർഫ്ലൈയുടെ മുട്ടയാണ്. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ദ ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദി എഗ്. അവൾ ബട്ടർഫ്ലൈ വരുന്നതും കാത്തു നിന്നു. വാട്ട് എ സർപ്രൈസ്, ഷീ സോ ഓൺലി വോംസ്. അവൾ വോംസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് എഗ്ഗ് കാണുന്നത്. മോം, ആർ ദേ റിയലി നോട്ട് ദ എഗ് ഓഫ് ദ ബട്ടർഫ്ലൈസ്? ദീസ് വേംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈ ഡിയർ. ഇറ്റ്സ് കോൾഡ് ലാർവ. ഈ വേംസ് ആണ് പിന്നീട് ബട്ടർഫ്ലൈ ആവുന്ന. ആ വേംസിനെ പറയുന്നതാണ് ലാർവ. മിത്ര ബിക്കം ക്യൂരിയസ്. ഷീ ടുക്ക് ഫോട്ടോസ് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ വോം ഇൻ ദ ഫോളോയിങ് ഡേയ്സ്. അപ്പോൾ ബട്ടർഫ്ലൈയുടെ പല സ്റ്റേജസും ഫോട്ടോ എടുത്തു എന്നാണ് പറയുന്നത്. അടിയിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേജസും ഏതാണെന്ന് നിങ്ങളോട് പറയാൻ. ലാർവയും പ്യൂപ്പയും, അതായത് സെക്കൻഡും തേർഡും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റും ലാസ്റ്റും സ്റ്റേജ് ഏതാണെന്ന് നിങ്ങളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എഗ്ഗാണ് കേട്ടോ, അതിൻ്റെ മുട്ട. സെക്കൻഡ് അത് ലാർവയായിട്ട് മാറുന്നു. തേർഡ് അതൊരു പൂപ്പയാവും. ഫോർത്ത് എന്താവും? ബട്ടർഫ്ലൈ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം. പിന്നെ നിങ്ങളോട് ഈ ബട്ടർഫ്ലൈ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ്. ആർ ഇൻ ദ ഡിസൈൻ ഓഫ് ദ വിങ്സ് ദ സെയിം. എല്ലാ ബട്ടർഫ്ലൈയുടെ വിങ്സ് ചിറക് ഒരേപോലെ ആയിരിക്കും? അല്ല. ഹൗ അബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്. നിങ്ങൾ എങ്ങനെയാണ് കളർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഡു ദ വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈ ലുക്ക് ലൈക്ക് ഇത് സെയിം ആയിട്ടാണോ ഇരിക്കുക? അല്ല. ഒബ്സർവ് ദ ബട്ടർഫ്ലൈ ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിം ടു ഐഡൻറ്റിഫൈ ദം. ഓ, ഡു ബട്ടർഫ്ലൈ ഹാവ് നെയിംസ്?
നെയിംസ്, ബട്ടർഫ്ലൈസിന് നെയിം ഉണ്ടോ? കോമൺ ജിസിബേൽ, കോമൺ ഗ്രാസ് യെല്ലോ, കണ്ടോ? ഇതൊക്കെ ഓരോ ബട്ടർഫ്ലൈക്ക് ഓരോ പേരുകളുണ്ട്. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സദേൺ ബേർഡ് വിങ്, ഗരുഡ ശലഭം എന്നാണ് അതിന് പറയുക. ആൻഡ് ദ ഒഫീഷ്യൽ ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ. സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ഏതാ? ഗ്രാസ് ജുവലാണ്. രത്നനീലി എന്നാണ് അതിനെ പറയുക കേട്ടോ. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക്. ബുദ്ധമയൂരിയാണ് കേരളത്തിലെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അടിയിൽ കുറച്ച് ബട്ടർഫ്ലൈയുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോണി കോസ്റ്റർ, കോമൺ പിയേറ്റർ, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മോർമോൺ. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ബട്ടർഫ്ലൈസ് നോക്കിയിട്ട് അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് പറയാം? കോമൺ മോർമോൺ പറയാം, കോമൺ ജിസിബേൽ പറയാം, പ്ലെയിൻ ടൈഗർ പറയാം, പിന്നെ നമുക്ക് എന്ത് പറയാം? കോമൺ ഗ്രാസ് യെല്ലോ പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ലൈം ബട്ടർഫ്ലൈ പറയാം കേട്ടോ. ഓക്കെ, ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways, ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. എന്തിനൊക്കെയാണ് ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് അവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ടും, രണ്ടാമത് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും. ദ കോമൺ മോർമൺ ബട്ടർഫ്ലൈ നാരകക്കലി യൂഷ്വലി ലേസ് എഗ് ഓൺ ദ സിട്രസ് പ്ലാന്റ്സ് നാരകം ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ് പാനൽ. അപ്പോൾ നാരകത്തിലാണ് അവ മുട്ടയിടാന്നാണ് പറയുന്നത്. ദെയർ ലാർവ ഈറ്റ് ദ ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അങ്ങനെ മുട്ടയിട്ട് വരുന്ന ലാർവ എന്താ കഴിക്കുക? ആ ലീവ്സിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈ ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ദ ഹിബിസ്കസ്. ഇനി അവർ ബട്ടർഫ്ലൈ ആയിക്കഴിഞ്ഞാൽ അവരെന്താ? തേനാണ് കുടിക്കുക. അപ്പോൾ ഹിബിസ്കസ് ഫ്ലവറിൻ്റെയോ ഓർക്കിഡ് ട്രീയുടെയോ മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സിൻ്റെയോ ഏതെങ്കിലും ഒക്കെ ഫ്ലവേഴ്സിൻ്റെ തേൻ അവ കുടിക്കുമെന്നാണ് പറയുന്നത്. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം. പഗോഡ ഫ്ലവറിനെ പറയുന്ന പേരാണ് കേട്ടോ കൃഷ്ണകിരീടം. റാറ്റിൽ വീട്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സിട്രസ് ഒലിയൻറ്റർ, അരളി എന്ന് പറയും കേട്ടോ. അരളീനെയാണ് ഒലിയൻറ്റർ പറയുന്നത്. ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈ ഇൻ യുവർ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. നമുക്കറിയാം ബട്ടർഫ്ലൈസിനെ ഫ്ലവേഴ്സാണ് അട്രാക്ട് ചെയ്യുക. അപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ പേരാണ് അവിടെ കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിലും ഏതൊക്കെ ഫ്ലവേഴ്സാണ് വരുന്നതെന്നൊക്കെ ബട്ടർഫ്ലൈസാണ് വരുന്നതെന്ന് വീണ്ടും നോക്കാൻ. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ അറൗണ്ട് us. എന്തൊക്കെ വെറൈറ്റീസ് നമുക്ക് ക്രീച്ചേഴ്സ് ഉണ്ട്? പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ? സ്നേക്ക് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ലയൺ ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, എർത്ത് വേം ഉണ്ട്, സ്നെയിൽ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. വേർ ഡു ദേ ലീവ്? അവിടെ എവിടേക്കാണ് താമസിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ തന്നിട്ടുണ്ട് എന്താണ്? ഒന്ന് ഫോറസ്റ്റ്, പോണ്ട്, റിവർ, പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? സീ പറയാം, പിന്നെ അണ്ടർ ദി സോയിൽ പറയാം, അണ്ടർ ദി സ്റ്റോൺസ് പറയാം കേട്ടോ. ഇത്രയൊക്കെ. പിന്നെ ട്രീസ്, പിന്നെ ഹൗസസ്, ഷെൽസ്, ഇതൊക്കെ നമുക്ക് പറയാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിൻറ്റ്? ദ എർത്ത് ബിലോങ്സ് ടു എവറി വൺ, ഡസൻറ്റ് ഇറ്റ്? വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ്? അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിൻറ്റ്? ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ അതിൻ്റെ പോയിന്റ് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇംബാലൻസ് ഇൻ നാച്ചർ. നമ്മൾക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരെണ്ണത്തിൻ്റെ ഫുഡാണ് ഒന്നിനെയാണ് മറ്റേത് ഫുഡായിട്ട് കഴിക്കുന്നത് അല്ലേ. പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം പെടും. നമ്മളും ക്രീച്ചേഴ്സും ഫ്ലവേഴ്സും പ്ലാന്റ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഒന്നില്ലാണ്ടായി കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി കുറയും. ഓക്കെ, ഫുഡ് ചെയിൻ ഗെറ്റ് ബ്രോക്കൺ. അറിയാം അല്ലേ? ഫുഡ് ചെയിൻ എന്താവും? ബ്രോക്കൺ ആവും. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് കഴിക്കുന്നുണ്ട്? ഹെന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹെന്ന് ഇല്ലാണ്ടായാൽ നമ്മുടെ ഫുഡ് ഇല്ലാണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫ്രോഗ്, സ്നേക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഫുഡ് ഒരെണ്ണം ഇല്ലാണ്ടായാൽ മറ്റേതിൻ്റെ ഫുഡാണ് ഇല്ലാണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഹ്യൂമൻസ് വിൽ സഫർ ടു. നമ്മളും കുറേ സഫർ ചെയ്യില്ലേ? ഇതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എഗ്ഗ് തരുന്നുണ്ട്. അപ്പോൾ ഹന്നില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുട്ട കിട്ടില്ല. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സോയിൽ, വാട്ടർ ആൻഡ് എയർ വിൽ ബി എഫക്റ്റ്. എങ്ങനെയാണ് സോയിലും വാട്ടറും എയറൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? കാരണം ഈ എർത്ത് വേംസ് ഒക്കെ സോയിലുള്ളത് എർത്തിനൊരു പ്രൊട്ടക്ഷനാണ്, സോയിലിനൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സോയിലിൻ്റെ എബിലിറ്റി കുറയും. ഓക്കെ, വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ് വെൻ ദീസ് ക്രീച്ചേഴ്സ് ലീവ്? അപ്പോൾ സറൗണ്ടിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഈ ക്രീച്ചേഴ്സ് ജീവിക്കുന്ന ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഫസ്റ്റ് പോയിന്റ്, ഡു നോട്ട് ത്രോ വേസ്റ്റ് എറിയാണ്ടിരിക്കുക. പിന്നെ ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങൾ മുറിക്കാണ്ടിരിക്കുക. കീപ് വാട്ടർ സോഴ്സസ് ക്ലീൻ, അതുപോലെ പോണ്ട് ആയിക്കോട്ടെ റിവർ ആയിക്കോട്ടെ അവരൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കുക. അവോയ്ഡ് യൂസിങ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. പിന്നെ ഡു നോട്ട് ഹണ്ട് ഓർ ഹാം
ഹാം എനിമൽസിനെ ഹണ്ട് ചെയ്ത് പിടിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കാണ്ടിരിക്കുക. പിന്നെ നമുക്ക് സപ്പോർട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇതുപോലെ എനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലെറ്റസ് ആക്സസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മിത്ര ഒബ്സർവ്ഡ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് എനിമൽസ് ലൈക്ക് കാറ്റ്, ഗോട്ട് ആൻഡ് റോട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസസ് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്, ഫുഡ് ഹാബിറ്റ്സും ഫീച്ചേഴ്സും കൂടിയിട്ട്. അപ്പോൾ കാറ്റിൻ്റെ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്? ഈറ്റ് മീറ്റാണ് കഴിക്കുക. ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, കാലുമ്പോൾ നല്ല നഖമുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഷാർപ്പ് ഐസാണ്, സ്ട്രോങ് ഇയേഴ്സാണ്, ഷാർപ്പ് കനൈൻ ടീത്താണ്, നല്ല പല്ലാണ്, ലോങ് ആൻഡ് ഫ്ലെക്സിബിൾ ടെയിലാണ്, പിന്നെ സോഫ്റ്റ് പാഡഡ് പോസ് ഫോർ സൈലൻറ്റ് വാക്കിംഗ്. ഇത്രയും കാര്യങ്ങൾ കാറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഗോട്ടിൽ നമുക്ക് എന്തൊക്കെ പറയാം? കേർവ്ഡ് ഓർ സ്ട്രെയിറ്റ് ഹോൺസ് ആണ്, കൊമ്പുണ്ട് അല്ലേ, 2 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? മെയിൽ ഗോട്ട് ഹാവ് എ ബേർഡ് അണ്ടർ ദ ചിൻ, ആണാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു താടിയുണ്ട്. പിന്നെ എന്താ പറയുക? ഷോർട്ട് ടെയിലാണ്, സ്ട്രോങ് ടീത്താണ്, സ്ട്രോങ് ലെഗ്സ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗം വെച്ചിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഫിഗറിലുള്ളത് ഏതൊക്കെ ക്രീച്ചേഴ്സ് ആണെന്ന് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്നായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡോൾഫിൻ കാണാം, സ്റ്റാർ ഫിഷ് കാണാം, ഒക്ടോബസ് കാണാം, സീ ഹോഴ്സ് കാണാം, പിന്നെ നമുക്ക് എന്ത് പറയാം? സീ ഹെഡ്ജിങ്, പിന്നെ നമുക്ക് ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വെച്ചിട്ട് നമ്മളോട് ഫില്ല് ചെയ്യാം. അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇൻ വിച്ച് കാറ്റഗറി ഡക്ക് ബിലോങ്സ്. ഡക്ക് ഏത് കാറ്റഗറിയിലാണ് പെടുക? ഡക്ക് രണ്ടും തിന്നും അല്ലേ, അപ്പോൾ ഒംനിവോറസിലാണ് പെടുക. അവർ ചോദിച്ചത് ഡക്ക് ഈഗിളിനെ പോലെ കാർണിവോറസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബോഡി ഫീച്ചേഴ്സിലാണ് അവർക്ക് ചേഞ്ചസ് വരിക, അത് വരയ്ക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോഡി ഫീച്ചേഴ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്ന് പറയാം. ഷാർപ്പ് ഹുക്ക്ഡ് ബീക്ക് ടു ടിയർ ഫ്ലഷ്, അവരുടെ ഈ ബീക്ക് ഇതുപോലെ ആവില്ല, നല്ല ഹുക്ക്, നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബീക്കാവും. പിന്നെ സ്ട്രോങ് ടാലോൺസ് ആൻഡ് ഷാർപ്പ് ക്ലോസ്, അവരുടെ ക്ലോസ് എന്തായിരിക്കും? നല്ല ഷാർപ്പായിരിക്കും കേട്ടോ. പിന്നെ ഷാർപ്പ് ഐസ്, അപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐസ് വരയ്ക്കുക, നല്ല കൂർത്ത വരയ്ക്കുക, ബീക്ക് വരയ്ക്കുക, പിന്നെ ക്ലോസും നല്ല ഷാർപ്പാക്കിയിട്ട് വരയ്ക്കുക. ഇത്രയും വരച്ചിട്ട് ഫിഗർ മാറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് കാണാം കേട്ടോ. താങ്ക്